നമസ്കാരം. കഴിഞ്ഞ ദിവസം ഒ പിയിൽ ഒരു 14-15 വയസ്സ് പ്രായമുള്ള ഒരു പെൺകുട്ടി വന്നിട്ടുണ്ടായിരുന്നു. എന്നോട് പറഞ്ഞു, ഡോക്ടറെ, ഇടയ്ക്കിടയ്ക്കായിട്ട് ഇങ്ങനെ മുഖത്ത് കുരു വരികയാണ്, ജസ്റ്റ് ഒന്ന് പുറത്തിറങ്ങുമ്പോഴേക്കും മുഖത്ത് കരിവാളിപ്പ് വരുന്നുണ്ട്. ഒരുപാട് സ്കിൻ കെയർ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തു, ക്രീമുകൾ യൂസ് ചെയ്തു, വീട്ടിൽ വെച്ച് ചെയ്യാൻ പറ്റുന്ന കുറേ പൊടിക്കൈകളൊക്കെ ചെയ്തിട്ടു, എന്നിട്ടും കുറയുന്നില്ല എന്നുള്ളത്. സാധാരണയായിട്ട് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളായിട്ട് വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുണ്ട്, ഇത് നമുക്ക് പ്യൂബേർട്ടിയിൽ അല്ലെങ്കിൽ കൗമാരക്കാരിൽ വരുന്ന ഒരു പ്രശ്നമാണ്. നമ്മുടെ ഹോർമോണുകൾ ചേഞ്ചസ് ആവുന്ന സമയത്ത് ചില ആളുകളിൽ ഇങ്ങനെയുള്ള ഇഷ്യൂസ് കാണാറുണ്ട്. ഇതിന് പ്രത്യേകിച്ച് ട്രീറ്റ്മെൻ്റ് ഒന്നും എടുക്കേണ്ട എന്നുള്ളത് പറയാറുണ്ട്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ നമുക്ക് സ്ത്രീകൾ, പ്രത്യേകിച്ച് പെൺകുട്ടികൾ, ഇത്തരം അവരുടെ സ്കിന്നിനെ കുറിച്ചും അതിൻ്റെ മുഖത്തിൻ്റെ തിളക്കം, അതിൻ്റെ ആരോഗ്യം, ഇങ്ങനെയുള്ള കാര്യങ്ങളെക്കുറിച്ചൊക്കെ ഭയങ്കര കോൺഷ്യസ് ആണ്. അവർ സോഷ്യൽ മീഡിയയിലൊക്കെ കൂടുതൽ ആക്റ്റീവ് ആയതുകൊണ്ട് തന്നെ അവർക്ക് ഇത്തരം പ്രോഡക്ട്സിനെ കുറിച്ചൊക്കെ നല്ല അറിവുണ്ടാകും. അപ്പോൾ ഇങ്ങനെയുള്ള കേസുകളൊക്കെ വരുന്ന സമയത്ത് ഇന്നത്തെ കാലത്ത് അവർക്ക് മരുന്ന് കൊടുക്കാൻ നമ്മൾ നിർബന്ധിതരാകും. അപ്പോൾ ഇങ്ങനെയുള്ളൊരു കേസുകളിൽ, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയിട്ട് വരുന്ന കുട്ടികളോട് ഞാൻ പറയാറുള്ളത്, ഇത് എന്തുകൊണ്ടാണ് വരുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അതിനുള്ള ചികിത്സയാണ് എടുക്കേണ്ടത്. അപ്പോൾ ഇത് പല കാരണങ്ങൾ കൊണ്ട് നമുക്കിങ്ങനെ കരുവാളിപ്പ് വരാം, ഇടയ്ക്കിടയ്ക്കായിട്ട് മുഖക്കുരു വരാം, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങൾ കൊണ്ട് വരാം. നമ്മൾ വെയിലത്ത് ഇറങ്ങുന്നത് കൊണ്ട് മാത്രമല്ല, അതല്ലെങ്കിൽ ഓയിലി സ്കിൻ ഉള്ളത് കൊണ്ട് മാത്രമല്ല നമുക്ക് മുഖക്കുരു, കരുവാളിപ്പ് വരുന്നത്. അപ്പോൾ ഇതിൻ്റെ റൂട്ട് കോസ് എന്താണ് മനസ്സിലാക്കി കോൺസ്റ്റിറ്റ്യൂഷണൽ ട്രീറ്റ്മെൻറ്റിലൂടെയാണ് ഞാൻ ഇതിന് ചികിത്സ കൊടുക്കാറുള്ളത്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ നമുക്ക് 1-2 മാസമൊക്കെ മെഡിസിൻ എടുക്കുമ്പോൾ തന്നെ നല്ല വ്യത്യാസം വരാറുണ്ട്. അപ്പോൾ എന്തുകൊണ്ടാണ് നമുക്കിങ്ങനെ ഇടയ്ക്കിടയ്ക്കായിട്ട് മുഖക്കുരു വരുന്നത്, മുഖത്ത് കരിവാളിപ്പ് വരുന്നത് എന്തുകൊണ്ടാണ്? ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വരുന്ന പ്രശ്നങ്ങൾ മാറ്റാൻ നമ്മൾ ഭക്ഷണത്തിൽ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ എന്തൊക്കെയാണ് തുടങ്ങിയ കാര്യങ്ങളാണ് ഇന്ന് വീഡിയോയിലൂടെ പറയുന്നത്. ഞാൻ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല. ചില ആളുകൾ ഒ പിയിൽ വന്നിട്ട് പറയാറുണ്ട്, ഇപ്പോൾ പുരുഷന്മാരും അതുപോലെ സ്ത്രീകളും ഒരുപോലെ തന്നെ അനുഭവിക്കുന്ന ഒരു പ്രശ്നമാണ് ഈ സ്കിന്നിൻ്റെ പ്രശ്നങ്ങൾ, അതല്ലെങ്കിൽ മുഖത്ത് വരുന്ന പ്രശ്നങ്ങൾ. അപ്പോൾ പല ആളുകളും വന്നിട്ട് പറയും, ഡോക്ടർ, ഒരുപാട് ട്രീറ്റ്മെൻറ്റുകൾ ചെയ്തു, സ്കിൻ കെയർ ട്രീറ്റ്മെൻറ്റുകൾ ചെയ്യുന്നുണ്ട്, അതല്ലെങ്കിൽ കുറേ പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തു, ക്രീമുകൾ, മോയ്സ്ചറൈസർ ക്രീം, ഫേസ് വാഷുകൾ, ഇതൊക്കെ യൂസ് ചെയ്തിട്ടും മുഖത്തിൻ്റെ കരിവാളിപ്പും അതുപോലെ ഇരുണ്ട കളറൊന്നും തീരെ പോകുന്നില്ല എന്നുള്ളത്. അപ്പോൾ നമുക്ക് ഇടയ്ക്കിടയ്ക്ക് വരാറുള്ള ഈ കരിവാളിപ്പ് ചില ആളുകൾക്ക് കാണാം, നമുക്ക് കഴുത്തിൻ്റെ താഴ്ഭാഗത്തൊക്കെ അവരുടെ നോർമൽ ആദ്യം ഉണ്ടായിരുന്ന സ്കിന്നിൻ്റെ അതേ കളറായിരിക്കും, എന്നാൽ മുഖം മാത്രമായിരിക്കും കൂടുതലായിട്ട് ഇരുണ്ട് കാണുന്നത്. നമുക്ക് വെയിൽ കൂടുതൽ കൊണ്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കടുത്ത സൂര്യപ്രകാശമൊക്കെ പെട്ടെന്ന് ഏറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നമ്മൾ സ്വിമ്മിംഗ് പൂളിലൊക്കെ ക്ലോറിൻ അടങ്ങിയിട്ടുള്ള വെള്ളത്തിൽ കുളിച്ച് കഴിഞ്ഞാലൊക്കെ നമുക്ക് കരിവാളിപ്പ് വരുന്നത് നോർമലി സാധാരണ നടക്കുന്ന ഒരു സംഭവമാണ്. എന്നാൽ ചില ആളുകളിൽ ഇതുകൊണ്ടൊന്നല്ലാതെ മറ്റ് പല കാരണങ്ങൾ കൊണ്ടും ഇതുപോലെ മുഖത്ത് മാത്രം ഇരുണ്ട് കളർ വരാം, അല്ലെങ്കിൽ കരിവാളിപ്പ് വരാം. ആ കാരണങ്ങൾ എന്താണെന്നുള്ളത് മനസ്സിലാക്കണമെങ്കിൽ നമുക്ക് കുറച്ച് ടെസ്റ്റുകൾ ചെയ്യേണ്ടതുണ്ട്. അതിലൊന്നാണ് ആൻറ്റി-TPO അല്ലെങ്കിൽ ആൻറ്റി-TG ആൻറ്റിബോഡീസുകളൊക്കെ. ആൻറ്റി-TG എന്ന് പറയുന്നത് ആൻറ്റി തൈറോഗ്ലോബുലിൻ ആൻറ്റിബോഡിയാണ്. അതുപോലെ ആൻറ്റി-TPO എന്ന് പറയുന്നതും തൈറോയിഡ് ഗ്രന്ഥിയിൽ വരുന്ന നമുക്ക് എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ ഈ ആൻറ്റിബോഡീസ് കൂടുതലായിട്ട് കാണിക്കും. അപ്പോൾ ഈ ആൻറ്റിബോഡീസ് കൂടുതലാണെങ്കിലും നമുക്കിതുപോലെ മുഖത്ത് ഇരുണ്ട കളറും കൂടുതലായിട്ട് കരിവാളിപ്പ് കാര്യങ്ങളൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത്തരം ടെസ്റ്റുകൾ ചെയ്താൽ മാത്രമേ നമുക്ക് അങ്ങനെയുള്ള അസുഖങ്ങൾ ഉണ്ടോ എന്നുള്ളത് അറിയാൻ പറ്റുള്ളൂ. അതുപോലെ മറ്റൊരു ടെസ്റ്റാണ് സീറം IgE. നമ്മുടെ ബോഡിയിൽ എന്തെങ്കിലും H. പൈലോറി ഇൻഫെക്ഷൻ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഗ്ലൂട്ടൻ ഇൻടോളറൻസ് ഉണ്ടെങ്കിൽ, അതല്ലെങ്കിൽ നമുക്ക് കുടൽ സംബന്ധമായിട്ടുള്ള എന്തെങ്കിലും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ഈ സീറം IgE കൂടുതൽ കാണിക്കും. ഈ സീറം IgE കൂടുതലാണെങ്കിലും നമുക്ക് മുഖം മാത്രമായിട്ട് കൂടുതൽ ഇരുളാനും അതുപോലെ തന്നെ കരിവാളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ടെസ്റ്റ് ചെയ്യുന്നതും നമ്മൾ ഇത്തരത്തിലുള്ള ആളുകളിൽ ശ്രദ്ധിക്കണം. അതുപോലെ തന്നെയാണ് USG ചെയ്യുക, അല്ലെങ്കിൽ ലിവർ ഫങ്ഷൻ ടെസ്റ്റുകൾ ചെയ്തിട്ട് ലിവറിന് പ്രശ്നങ്ങളൊന്നുമില്ല എന്നുള്ളത് ഉറപ്പുവരുത്തണം. കാരണം ലിവർ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, കുടൽ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളിൽ, തൈറോയ്ഡ് പ്രശ്നങ്ങളിലൊക്കെ നമുക്കിതുപോലെ കരിവാളിപ്പും മുഖം ഇരുളാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമ്മൾ കുറേ പ്രോഡക്ട്സുകളൊക്കെ ഇങ്ങനെയുള്ള അസുഖങ്ങളിൽ യൂസ് ചെയ്തിട്ട് കാര്യമില്ല. എന്താണ് അസുഖം എന്നുള്ളത് നമ്മൾ ഡയഗ്നോസ് ചെയ്തിട്ട് അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് നമ്മൾ എടുക്കേണ്ടത്. ഇങ്ങനെ റൂട്ട് കോസ് എന്താണെന്ന് മനസ്സിലാക്കി നമ്മൾ ട്രീറ്റ്മെൻറ്റ് എടുക്കുമ്പോൾ നമുക്ക് ഇത്തരത്തിലുള്ള പ്രോഡക്ട്സുകൾ യൂസ് ചെയ്തിട്ടില്ലെങ്കിൽ പോലും നമുക്ക് നല്ല വ്യത്യാസം വരാറുണ്ട്. അതുപോലെ തന്നെ ചില ട്രീറ്റ്മെൻറ്റുകളൊക്കെ ചെയ്തതിന് ശേഷം
ശേഷം ഇപ്പോൾ ക്യാൻസർ ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്തതിന് ശേഷം, അതായത് കീമോതെറാപ്പി ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് മുഖം കൂടുതൽ കരിവാളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ സ്ഥിരമായിട്ട് എന്തെങ്കിലും ഇംഗ്ലീഷ് മരുന്നുകളൊക്കെ ഉപയോഗിക്കുന്ന ആളുകളിലും ഇങ്ങനെ കരിവാളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള മരുന്നുകൾ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കിയാൽ മാത്രമേ നമുക്ക് ഇത്തരത്തിലുള്ള ഈ കരിവാളിപ്പും അതുപോലെ തന്നെ ഇരുണ്ട കളറൊക്കെ നമുക്ക് മാറ്റാൻ പറ്റുകയുള്ളൂ. പല ആളുകളും മുഖം വെളുക്കാൻ വേണ്ടിയിട്ടും അതല്ലെങ്കിൽ മുഖം തിളക്കം കൂടാനൊക്കെ വേണ്ടിയിട്ട് പല അബദ്ധങ്ങളും ചെയ്ത് കൂട്ടാറുണ്ട്. അതായത് നമ്മൾ സോഷ്യൽ മീഡിയയിലൊക്കെ എന്തെങ്കിലും ഒരു ചെറിയ ടിപ്സൊക്കെ കാണുമ്പോഴേക്കും അത് മുഖത്ത് പുരട്ടും. അത് നമുക്ക് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുക മാത്രമാണ് ചെയ്യുന്നത്. അതുപോലെ നമ്മൾ കൂടുതൽ ഈ മോയ്സ്ചറൈസർ ക്രീമൊക്കെ യൂസ് ചെയ്യുന്ന ആളുകൾ നമ്മൾ കണ്ണിൻ്റെ ചുറ്റുഭാഗം മാത്രം ഒഴിവാക്കാറുണ്ട്. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ കണ്ണിൻ്റെ ഭാഗം മാത്രം ഒഴിവാക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ആ ഭാഗം നമുക്കൊരു ക്ഷീണമുള്ളതായിട്ട് അല്ലെങ്കിൽ ഉറക്കം വന്ന ഒരു ഫീൽ ഉണ്ടാകും. അതുപോലെ തന്നെ നമ്മൾ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മുഖം മസാജ് ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമുണ്ട്. അതല്ലെങ്കിൽ അതിലെന്തെങ്കിലും തെറ്റ് പറ്റി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് മുഖത്ത് പല തരത്തിലുള്ള പ്രശ്നങ്ങളും ഉണ്ടാക്കും. അപ്പോൾ നമ്മൾ മസാജ് ചെയ്യുമ്പോൾ എപ്പോഴും മുകളിലോട്ട് വേണം മസാജ് ചെയ്യാൻ മുഖം. ഇങ്ങനെ അല്ലെങ്കിൽ നമ്മൾ താഴോട്ടാണ് കൂടുതൽ മസാജ് ചെയ്യുന്നതെങ്കിൽ നമ്മുടെ മുഖത്തിൻ്റെ സ്കിന്ന് തൂങ്ങാനും മുഖത്ത് ചുളിവുകൾ വരാനും ഇതുപോലെ കരിവാളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, മിക്ക ആളുകളും ഇന്നത്തെ കാലത്ത് നമ്മുടെ സ്കിന്നിനെ കുറിച്ച് ഭയങ്കര കോൺഷ്യസ് ആണ്. പലതരത്തിലുള്ള ക്രീമുകളും പ്രോഡക്ട്സുകളും അവർ യൂസ് ചെയ്യുന്നുണ്ടെന്നത് പറഞ്ഞു. എന്നാൽ സ്ഥിരമായിട്ട് ഇങ്ങനെയുള്ള ക്രീമുകൾ ഉപയോഗിക്കുന്നത് അത്ര നല്ലതല്ല. പ്രത്യേകിച്ച് നമ്മുടെ കിഡ്നിയെ അത് കൂടുതലായിട്ട് ബാധിക്കാറുണ്ട്. കാരണം ഈ ക്രീമുകളിലൊക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള മെർക്കുറി നമ്മുടെ കിഡ്നിയിലുള്ള ഫിൽറ്ററിനെ അത് തകരാറിലാക്കും. അതുപോലെ തന്നെ അത് പ്രോട്ടീൻ കൂടുതലായിട്ട് പുറന്തള്ളപ്പെടാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ നമുക്ക് കൂടുതലായിട്ട് ഫേസ് ക്രീമുകൾ യൂസ് ചെയ്യുന്ന ആളുകൾ മെംബ്രേനിയസ് നെഫ്രോപ്പതി എന്ന് പറയുന്ന ഒരു കിഡ്നി അസുഖം വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതുകൊണ്ട് സ്ഥിരമായിട്ട് ഇങ്ങനെ ഉപയോഗിക്കുന്ന ആളുകൾ അവർക്ക് നല്ല ക്ഷീണം അനുഭവപ്പെടുക, തളർച്ച വരിക, ശരീരത്തിൻ്റെ ഏതെങ്കിലും ഭാഗങ്ങളിൽ നീര് അനുഭവപ്പെടുക, അതുപോലെ മൂത്രത്തിൽ പത കാണുക, ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ കാണിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒരു ഡോക്ടറെ കാണിച്ച് അതിനുള്ള ചികിത്സ എടുക്കണം. കാരണം ഇത്തരം ഫേസ് ക്രീമുകളിൽ നിന്ന് നമുക്ക് കിഡ്നീനെ ബാധിക്കുന്ന തരത്തിലുള്ള കെമിക്കലുകൾ ഉണ്ടെന്നുള്ളത് പഠനങ്ങൾ തെളിയിച്ചിട്ടുണ്ട്. നമുക്കറിയാം, നമുക്ക് പ്രായമാകുന്ന സമയത്ത് നമുക്ക് മുഖത്തിൻ്റെ ഭാഗത്തൊക്കെ ചുളിവുകൾ വരാറുണ്ട്. എന്നാൽ ഇന്ന് ചെറുപ്പക്കാരിലും മുഖത്ത് ചുളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. ഇതിനൊരു പല കാരണങ്ങളുണ്ട്. ഇങ്ങനെ ചുളിവുകൾ വരാനുള്ള കാരണങ്ങൾ പലതാണ്. അതിലൊന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ മസാജ് ചെയ്യുന്നതിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ, നമ്മൾ ചർമ്മ സംരക്ഷണത്തിന് വേണ്ടിയിട്ട് മസാജ് ചെയ്യുമ്പോൾ കൂടുതൽ ആളുകളും മുകളിലോട്ട് മസാജ് ചെയ്യണം. അതല്ലെങ്കിൽ നമുക്ക് ചുളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾക്കുണ്ട് ഒരു ദിവസം ഒരു 5-6 പ്രാവശ്യമായിട്ട് അല്ലെങ്കിൽ അതിൻ്റെ കൂടുതലായിട്ട് മുഖം ഇടയ്ക്കിടക്കായിട്ട് ഇങ്ങനെ സോപ്പിട്ടോ അല്ലെങ്കിൽ ഫേസ് വാഷ് ഒക്കെ വെച്ചിട്ട് കൂടുതലായിട്ട് കഴുകും. ഇങ്ങനെ കഴുകി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്തുള്ള ഓയിലി പാർട്ടൊക്കെ ഫുള്ളായിട്ട് പോവുകയും മുഖം കൂടുതൽ ഡ്രൈനെസ് വരാനുള്ള സാധ്യതയുണ്ട്. ഇങ്ങനെ ഡ്രൈ ആയിട്ട് മാറിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിലും അവിടെ ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ചില ആളുകൾ പെട്ടെന്ന് തടി കുറക്കുമ്പോൾ നമ്മുടെ ചർമ്മത്തിൻ്റെ ഭാഗത്ത് വരുന്ന ഫാറ്റുകളൊക്കെ കുറയുമ്പോൾ ഇതുപോലെ പെട്ടെന്ന് ചുളിവ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ നമുക്ക് ചർമ്മം അതുമായിട്ട് യോജിച്ച് ചേരാൻ സമയമെടുക്കും നമ്മൾ പെട്ടെന്ന് തടി കുറയുമ്പോൾ. അതുകൊണ്ടാണ് അത് ചുളിവുകളായിട്ട് അനുഭവപ്പെടുന്നത്. പിന്നെ ചില ആളുകളിൽ നമുക്ക് പ്രത്യേകിച്ച് ഈ അലർജി ഉള്ള ആളുകളൊക്കെ ഇടയ്ക്കിടക്കായിട്ട് ഇങ്ങനെ കണ്ണൊക്കെ തിരുമ്പുന്ന സമയത്ത്, കണ്ണിന് ചൊറിച്ചിലൊക്കെ വരുന്ന സമയത്ത് കൂടുതലായിട്ട് തിരുമ്മുമ്പോൾ ഇത് ആ ഭാഗത്ത് കണ്ണിൻ്റെ ചുറ്റും ചുളിവുകൾ വരാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകളിൽ മുഖത്ത് ചുളിവ് വരാം. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ടൊക്കെയാണ് നമുക്ക് ചെറുപ്പക്കാരിൽ മുഖത്ത് ചുളിവുകൾ വരുന്നത്. ഇനി നമുക്ക് വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് ഫേസ് പാക്കുകൾ പറഞ്ഞു തരാം. നമ്മുടെ മുഖം എപ്പോഴും കരിവാളിപ്പൊക്കെ പോകാനും എപ്പോഴും തിളങ്ങി നിൽക്കാൻ വേണ്ടിയിട്ടും നല്ല ആരോഗ്യത്തോടെ ഇരിക്കാൻ വേണ്ടിയിട്ടും ചെയ്യാൻ പറ്റുന്ന കുറച്ച് ടിപ്സുകളാണ് പറയുന്നത്. അതിലൊന്നാണ് പപ്പായ. നല്ല പഴുത്ത പപ്പായ പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഒരു 1/2 കപ്പ് എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് നമ്മുടെ കറ്റാർവാഴയുടെ ജെല്ല്, അലോവേറ ജെല്ല് ഒരു 1/2 ടീസ്പൂൺ ചേർക്കുക. അതുപോലെ 1 ടീസ്പൂണ് റോസ് വാട്ടറും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു മണിക്കൂർ നമ്മുടെ മുഖത്ത് പുരട്ടി വെക്കുക. എന്നിട്ട് അതിന് ശേഷം 1 മണിക്കൂർ പുരട്ടിയതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിൽ അത് കഴുകി കളഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുഖത്ത് വരുന്ന ഈ കരിവാളിപ്പും അതുപോലെ തന്നെ മുഖത്ത് വരുന്ന കറുത്ത പാടുകളൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും ചെയ്താലാണ് നമുക്ക് ഇതിൻ്റെ എഫക്റ്റ് കിട്ടുക. അതുപോലെ നമ്മുടെ ചർമ്മ സംരക്ഷണത്തിന് ഏറ്റവും നല്ലതാണ് തേൻ എന്ന് പറയുന്നത്. തേൻ എപ്പോഴും നമ്മുടെ മുഖത്ത് ഈർപ്പം നിലനിർത്താൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ തേനും കുറച്ച് റോസ് വാട്ടറും കൂടെ മിക്സ് ചെയ്തിട്ട് അത് മുഖത്ത് പുരട്ടി കുറച്ച് സമയം വെച്ചതിന് ശേഷം ചെറിയ ചൂടുവെള്ളത്തിലോ അല്ലെങ്കിൽ തണുത്ത വെള്ളത്തിലോ കഴുകി കഴിഞ്ഞാലും നമുക്ക് മുഖത്തുള്ള കരിവാളിപ്പും ഇരുണ്ട കളറൊക്കെ പോകാൻ വേണ്ടിയിട്ട് സഹായിക്കും. ഇത് നമ്മൾ ആഴ്ചയിൽ ഒരു 4 പ്രാവശ്യമെങ്കിലും ചെയ്യണം. അതുപോലെ തന്നെ നമ്മുടെ ചർമ്മം എപ്പോഴും
ശുദ്ധീകരിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ചർമ്മത്തിലെ ഏതെങ്കിലും ഭാഗങ്ങളിൽ പൊടി പടലങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് ശുദ്ധീകരിക്കാൻ വേണ്ടി സഹായിക്കുന്ന ഒന്നാണ് കടലമാവ്. കടലമാവിലേക്ക് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അത് നല്ല പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് നമ്മുടെ മുഖത്ത് പുരട്ടി കഴിഞ്ഞാൽ അത് ഉണങ്ങിയതിന് ശേഷം കഴുകിക്കളഞ്ഞാലും നമുക്കിതുപോലെ കറുത്ത കരിവാളിപ്പൊക്കെ പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം. അതുപോലെ തന്നെ ഒന്നാണ് തൈര്. തൈര് നമുക്ക് നിറം വെക്കാനും തിളക്കം കൂട്ടാനും സഹായിക്കുന്ന ഒന്നാണ്. ഈ തൈരിൻ്റെ കൂടെ കുറച്ച് കടലമാവും ചേർത്ത് പേസ്റ്റ് രൂപത്തിലാക്കിയിട്ട് ഉപയോഗിക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഇതും ഒരു ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമെങ്കിലും നമ്മൾ ചെയ്യണം. അതുപോലെ തന്നെ നമ്മളെപ്പോഴും പരസ്യത്തിലൊക്കെ കാണാറുണ്ട് ചന്ദനവും അതുപോലെ മഞ്ഞൾ, പാല്, ഇത് 3 മിക്സ് ചെയ്തിട്ട് ഇത് മുഖത്ത് പുരട്ടി വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും മുഖത്ത് വരുന്ന കരിവാളിപ്പും അതുപോലെ തന്നെ കറുത്ത പാടുകളൊക്കെ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാം. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ വീട്ടിൽ വെച്ച് ചെയ്യാവുന്ന കുറച്ച് കാര്യങ്ങളാണ് പറഞ്ഞത്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് മുഖത്ത് വരുന്ന കരിവാളിപ്പൊക്കെ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. എന്നിട്ടും കുറയുന്നില്ലെങ്കിലാണ് നമ്മളത് എന്തുകൊണ്ടാണ് വരുന്നതെന്ന് നോക്കിയിട്ട് അതിനുള്ള ചികിത്സ എടുക്കേണ്ടത്. ഇനി ഇത്തരക്കാര് ശ്രദ്ധിക്കേണ്ട കുറച്ച് ഭക്ഷണ കാര്യങ്ങളുണ്ട്. അതിലൊന്ന് പറയുന്നത് നന്നായിട്ട് വെള്ളം കുടിക്കുക. നമ്മൾ ഡെയിലി ഒരു 2-2.5 ലിറ്റർ വെള്ളം കുടിച്ചാൽ തന്നെ നമ്മുടെ മുഖം എപ്പോഴും നല്ല തിളക്കമുള്ളതാവാനും അതുപോലെ തന്നെ മുഖത്തുള്ള കരിവാളിപ്പൊക്കെ കുറയാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ ന്യൂട്രിയൻസ് കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കഴിക്കാം. അതായത് വൈറ്റമിൻ എ, വൈറ്റമിൻ ബി കോംപ്ലക്സുകൾ, അതുപോലെ തന്നെ വൈറ്റമിൻ സി, ഇങ്ങനെയുള്ള വൈറ്റമിൻസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ന്യൂട്രിയൻസ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ കൂടുതലായിട്ട് കഴിക്കുക. ഇപ്പോൾ വൈറ്റമിൻസ് ഒക്കെ കൂടുതൽ വരുന്നത് പല കളറുകളിലുള്ള ഫ്രൂട്ട്സുകളിലും അതുപോലെ പച്ചക്കറികളിലൊക്കെയാണ്. ഇപ്പോൾ ആപ്പിൾ, മുന്തിരി, അതുപോലെ തന്നെ ഓറഞ്ച്, പ്ലംസ്, ഇങ്ങനെ പല കളറിലുള്ള ഫ്രൂട്ട്സുകൾ, അതുപോലെ തന്നെ ബീട്രൂട്ട്, ക്യാരറ്റ്, പച്ച ഇലക്കറികൾ, ഇങ്ങനെയുള്ള പലതരത്തിലുള്ള നമ്മുടെ പച്ചക്കറികളൊക്കെ കൂടുതൽ ഉപയോഗിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിലും നമുക്ക് ഇതുപോലെയുള്ള കരിവാളിപ്പും അതുപോലെ മുഖം തിളക്കം കൂട്ടാനൊക്കെ നല്ലതാണ്. അതുപോലെ തന്നെ നന്നായിട്ട് ഉറങ്ങുന്നത് ഇത്തരക്കാരിൽ വളരെ അത്യാവശ്യമാണ്. ഉറക്കമൊക്കെ കുറവ് വരുന്ന ആളുകളിലും ഇതുപോലെ നമുക്ക് കരിവാളിപ്പ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ മിനിമം നമ്മളൊരു 6 മണിക്കൂർ മുതൽ 8 മണിക്കൂർ നമ്മൾ ഡെയിലി ഉറങ്ങിയിരിക്കണം. അതുപോലെ തന്നെ ഭക്ഷണത്തിൽ കൂടുതലായിട്ട് സീഡ്സ്, നട്ട്സുകളൊക്കെ കൂടുതലായിട്ട് ഉൾപ്പെടുത്തുക. അതുപോലെ മീനുകളിൽ കൂടുതൽ ഒമേഗ 3 ഫാറ്റി ആസിഡുകൾ ഉള്ളത് കൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ നമ്മൾ ഡെയിലി കഴിക്കുന്നത് നല്ലതാണ്. അപ്പോൾ മീൻ കൂടുതൽ വറുത്തതിന് പകരം കറി വെച്ച് കഴിക്കുന്നതാണ് ഏറ്റവും നല്ലത്. അതുപോലെ പഞ്ചസാരയുടെ അളവ് പരമാവധി ഒഴിവാക്കുക. പഞ്ചസാര കുറച്ച് കഴിഞ്ഞാൽ തന്നെ നമുക്കത് മുഖത്ത് പല മാറ്റങ്ങൾ വരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ പഞ്ചസാര കൂടുതൽ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അത്തരം ശീലങ്ങളൊക്കെ ഒഴിവാക്കുക. അതുപോലെ തന്നെ സ്ട്രെസ്സ് ഇതിനൊരു പ്രധാന കാരണമാണ്. മുഖത്ത് വരുന്ന എന്ത് മാറ്റങ്ങളും നമുക്ക് സ്ട്രെസ്സ് കൊണ്ടാവാം. അപ്പോൾ ഈ സ്ട്രെസ്സ് ഉള്ള ആളുകളാണെങ്കിൽ പരമാവധി അത്തരം കാര്യങ്ങളും നമ്മൾ പരമാവധി ഒഴിവാക്കുക. ഇനി ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് ഇന്ന് നമുക്ക് എല്ലാവരും ഒരു ചർച്ചാ വിഷയമായിട്ടുള്ള ഒരു കാര്യമാണ്. ഗ്ലൂട്ടാത്തയോണിൻ്റെ പ്രോഡക്ട്സുകൾ ഇന്ന് ടാബ്ലറ്റുകളാവട്ടെ അല്ലെങ്കിൽ ക്രീമുകളാവട്ടെ ഇഞ്ചക്ഷനൊക്കെ ഇന്ന് മാർക്കറ്റുകളിൽ അവൈലബിൾ ആണ്. നമ്മുടെ മുഖത്തിൻ്റെ സൗന്ദര്യം കൂട്ടാനും അതുപോലെ മുഖം വെളുക്കാൻ വേണ്ടിയിട്ടാണ് ഇന്ന് ഗ്ലൂട്ടാത്തയോൺ ട്രീറ്റ്മെൻറ്റ് കൂടുതൽ ആളുകളും ചെയ്യുന്നത്. നമുക്കറിയാം ഇന്ന് സിനിമാ നടികളൊക്കെ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഒന്നാണ് ഈ ഗ്ലൂട്ടാത്തയോൺ ഇഞ്ചക്ഷൻ ചെയ്യുന്നത്. ഇത് നമ്മുടെ മുഖം വെളുക്കാൻ വളരെ നല്ലതാണ്. അപ്പോൾ എന്താണ് ഈ ഗ്ലൂട്ടാത്തയോൺ? ഗ്ലൂട്ടാത്തയോൺ എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയിൽ തന്നെ ഉള്ള ഒരു കിങ് ഓഫ് ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. നമ്മുടെ ബോഡിയിലുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ളൊരു ആൻറ്റി ഓക്സിഡൻ്റ് ആണ്. ഇതൊരു 3 പ്രോട്ടീൻസുകൾ ചേർന്നിട്ടാണ് നമുക്ക് ഈ ഗ്ലൂട്ടാത്തയോൺ ഉണ്ടാകുന്നത്. ലിവറിലാണ് ഇത് പ്രൊഡക്റ്റ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിലെ ചർമ്മ സംരക്ഷണത്തിനും അതുപോലെ തന്നെ മറ്റ് പല പ്രവർത്തനങ്ങളെയും സഹായിക്കുന്ന ഒന്നാണ്. അപ്പോൾ ഈ ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പലതരത്തിലുള്ള ലക്ഷണങ്ങൾ കാണിക്കാം. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ നമുക്ക് പ്രായമാകുമ്പോൾ പ്രത്യേകിച്ച് പ്രായമുള്ള ആളുകളിലൊക്കെ ഈ ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞു വരാറുണ്ട്. അത് നോർമലി നടക്കുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇന്ന് നമ്മുടെ ജീവിത രീതിയിലുള്ള മാറ്റങ്ങൾ കൊണ്ട് അല്ലെങ്കിൽ ഭക്ഷണ രീതിയിലുള്ള പ്രശ്നങ്ങൾ കൊണ്ടൊക്കെ നമ്മുടെ ശരീരത്തിൽ ഗ്ലൂട്ടാത്തയോണിൻ്റെ അളവ് കുറയാനുള്ള സാധ്യതയുണ്ട്. അത് ഇങ്ങനെ ചെറുപ്പക്കാരിലും ഗ്ലൂട്ടാത്തയോൺ കുറവായിട്ട് കാണുന്നുണ്ട്. ഗ്ലൂട്ടാത്തയോൺ നമ്മുടെ ശരീരത്തിൽ പല കാരണങ്ങൾ കൊണ്ട് കുറയാം. നമ്മൾ ലോ കാലോറി അടങ്ങിയിട്ടുള്ള ഫുഡുകളൊക്കെ കഴിക്കുന്ന ആളുകളാണെങ്കിൽ അല്ലെങ്കിൽ ലോ പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളാണ് കൂടുതൽ കഴിക്കുന്നതെങ്കിൽ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ കുറയാനുള്ള സാധ്യതയുണ്ട്. അതുപോലെ തന്നെ ഉറക്കക്കുറവുള്ള ആളുകളിലും ഇതുപോലെ ഗ്ലൂട്ടാത്തയോൺ കുറയാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ ഇങ്ങനെ ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് ക്ഷീണം അനുഭവപ്പെടാം, മൂഡ് സ്വിങ്ങിങ്സ് വരാം, മുഖത്ത് പല പ്രശ്നങ്ങൾ വരാം, ഇങ്ങനെ പല ബുദ്ധിമുട്ടുകൾ നമുക്ക് ഗ്ലൂട്ടാത്തയോൺ കുറഞ്ഞാൽ വരാറുണ്ട്. അപ്പോൾ നമുക്ക് ഭക്ഷണത്തിൽ കുറച്ച് മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞിട്ട്
ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് ഇത് നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും, ഗ്ലൂട്ടാത്തോയിൻ്റെ അളവ് ഇൻക്രീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ അതിലൊന്നാണ് ഗ്ലൈസിൻ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ. ഗ്ലൈസിൻ കൂടുതലായിട്ട് അടങ്ങിയിട്ടുള്ളത് റെഡ് മീറ്റുകളിൽ, ചിക്കന്, മത്സ്യം പോലെയുള്ള നോൺ വെജ് ഐറ്റംസുകളാണ് ഗ്ലൈസിൻ കൂടുതൽ അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത്തരം ഫുഡുകൾ നമ്മൾ കഴിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ കൂടുതലായിട്ട് പ്രോട്ടീൻ അടങ്ങിയിട്ടുള്ള ഫുഡുകളും നമുക്ക് കൂടുതൽ കഴിക്കുന്നത് ഗ്ലൂട്ടാത്തയോൺ കൂട്ടാൻ വേണ്ടിയിട്ട് സഹായിക്കാറുണ്ട്. അതുപോലെ വൈറ്റമിൻസ് അടങ്ങിയിട്ട് വൈറ്റമിൻ ബി കോംപ്ലക്സ്, അതുപോലെ ഫോളിക് ആസിഡ് ഒക്കെ കൂടുതൽ അടങ്ങിയിട്ടുള്ള ഫുഡുകൾ. വൈറ്റമിൻ ബി കോംപ്ലക്സ് നമുക്കറിയാം, അതും നോൺ വെജ് ഐറ്റംസിലാണ് കൂടുതലായിട്ട് കണ്ടുവരുന്നത്. മത്സ്യങ്ങളിൽ അതുപോലെ തന്നെ റെഡ് മീറ്റുകളിലൊക്കെയാണ് കൂടുതൽ കണ്ടുവരുന്നത്. അപ്പോൾ അത്തരം ഫുഡുകൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുക. അതുപോലെ ഫോളിക് ആസിഡ് അടങ്ങിയിട്ടുള്ള ഫുഡുകൾ, പച്ച ഇലക്കറികളിലൊക്കെ കൂടുതലായിട്ട് ഫോളിക് ആസിഡ് ഉണ്ട്. അപ്പോൾ അത്തരം ഫുഡുകൾ കഴിക്കുന്നതും ഗ്ലൂട്ടാത്തയോൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അതുപോലെ തന്നെ വൈറ്റമിൻ സി കൂടുതൽ അടങ്ങിയിട്ടുള്ള സിട്രസ് പഴങ്ങൾ, നാരങ്ങ, നെല്ലിക്ക, ഓറഞ്ച്, മുന്തിരി പോലെയുള്ള പുളിയുള്ള ഫ്രൂട്ട്സുകളിലൊക്കെയാണ് കൂടുതലായിട്ട് വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ളത്. അപ്പോൾ അത്തരം ഫുഡുകളും സ്ഥിരമായിട്ട് കഴിക്കുന്നത് നമുക്ക് ഗ്ലൂട്ടാത്തയോൺ ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഇത്തരം ഭക്ഷണങ്ങൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ശരീരത്തിൽ കൂടുതലായിട്ട് ഗ്ലൂട്ടാത്തയോൺ അതിൻ്റെ ഉൽപ്പാദനം ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും. അപ്പോൾ ഗ്ലൂട്ടാത്തയോൺ കൂടുതലായി കഴിഞ്ഞാൽ തന്നെ നമുക്ക് ഇത്തരത്തിലുള്ള ക്ഷീണം, അതുപോലെ തളർച്ചയും, മുഖത്ത് വരുന്ന പ്രശ്നങ്ങളൊക്കെ നമുക്ക് മാറ്റാൻ വേണ്ടിയിട്ട് പറ്റും. ഇനി ചികിത്സയിലേക്ക് വരികയാണെങ്കിൽ നമ്മളിവിടെ ചെയ്യുന്നത്, നമ്മൾ ഓരോ രോഗിയുടെയും ശാരീരികവും മാനസികവുമായിട്ടുള്ള കാര്യങ്ങൾ പഠിച്ച് എന്തുകൊണ്ടാണ് ഇത്തരം ബുദ്ധിമുട്ടുകൾ വരുന്നതെന്ന് മനസ്സിലാക്കി അതിൻ്റെ റൂട്ട് കോസ് എന്താണെന്നുള്ളത് മനസ്സിലാക്കി അതിനനുസരിച്ചുള്ള ചികിത്സയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ യൂറോപ്യൻ നിർമ്മിത സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചും അതുപോലെ ജർമ്മനിയിൽ നിന്ന് ഇറക്കുമതി ചെയ്യുന്ന പൊട്ടൻസി മരുന്നുകളാണ് നമ്മളിവിടെ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇത്തരം രോഗങ്ങൾ നമുക്ക് പൂർണ്ണമായിട്ട് തന്നെ മാറ്റിയെടുക്കാൻ പറ്റാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ചികിത്സാ രീതിയെക്കുറിച്ച് അറിയാനോ അല്ലെങ്കിൽ എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ താഴെ കാണുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്. സ്നേഹത്തോടെ ഡോക്ടർ സെമിയ, ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട്, മലപ്പുറം ജില്ല.